പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ CHS സ്ഥിര നിയമനത്തിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി സർക്കാർ. ഹെൽത്ത് സെക്രട്ടറി ഉൾപ്പെടെ അടങ്ങുന്ന സമിതിയാണ് DHSനെ തിരഞ്ഞെടുക്കുക. ഡോക്ടർ മീനാക്ഷി, ഡോക്ടർ ഷിനു, ഡോക്ടർ സക്കീന എന്നിവർ മുൻഗണനാ പട്ടികയിൽ. അതേസമയം നിലവിലെ ADHSകളിൽ സീനിയറായ B ഉണ്ണികൃഷ്ണന്റെ പേര് പരിഗണനാ പട്ടികയിൽ പോലുമില്ലെന്നും ആക്ഷേപം. നിലവിൽ സർക്കാർ അധിക ചുമതല നൽകിയ DHS ഡോക്ടർ മീനാക്ഷി, ക്ഷയരോഗ നിയന്ത്രണം അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ സക്കീന K, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ട്രെയിനിംഗ് ചുമതലയുള്ള ADHS ഡോക്ടർ ഷിനു, പബ്ലിക് ഹെൽത്ത് ചുമതലയുള്ള ഡോക്ടർ റീത്ത, തിരുവനന്തപുരം DMO ഡോക്ടർ ബിന്ദു എന്നിവരെയാണ് പ്രധാനമായും DHS തസ്തികയിലേക്ക് പരിഗണിക്കുന്നത്. ഇതിൽ സീനിയോറിറ്റി ലിസ്റ്റിൽ 2027 മെയ് മാസത്തിലാണ് ഡോക്ടർ മീനാക്ഷി, സക്കീന, റീത്ത എന്നിവരുടെ റിട്ടയർമെന്റ് വരുന്നത്. ഡോക്ടർ ഷിനു 2027 മെയ് 31-നും ഡോക്ടർ ബിന്ദു 2028 മെയ്യിലും റിട്ടയർ ആകും. DHS സ്ഥാനത്തെത്താൻ ഡോക്ടർ ഷിനുവിനാണ് കൂടുതൽ സാധ്യതയെന്നും സൂചനയുണ്ട്. സീനിയോറിറ്റി കൂടാതെ മറ്റ് അക്കാദമിക് അഡ്മിനിസ്ട്രേറ്റീവ് യോഗ്യതകളും അഭിമുഖമടക്കം പരിഗണിച്ചായിരിക്കും സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. അതേസമയം സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ ആരോഗ്യവകുപ്പ് പ്ലാനിംഗ് വിഭാഗം ADHS ആയ B ഉണ്ണികൃഷ്ണനെ DHS തസ്തികയിലേക്ക് പരിഗണിക്കുന്നില്ലെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഭിന്നശേഷിക്കാരനായ ഡോക്ടർ ഉണ്ണികൃഷ്ണന്റെ പ്രമോഷൻ 2017 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് സുപ്രീം കോടതി വിധിയിലൂടെ നടപ്പിലാക്കിയത്. ഭിന്നശേഷി സംവരണം അടക്കം പരിഗണിച്ചാൽ സീനിയോറിറ്റി ഡോക്ടർ ഉണ്ണികൃഷ്ണനാണ്. ഇതുവരെയുള്ള പ്രമോഷൻ നിയമ പോരാട്ടം വഴി നേടിയെടുത്ത വ്യക്തിയാണ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ. DHS വിഷയത്തിലും അദ്ദേഹം നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ DHS സ്ഥാനത്തെ ചൊല്ലി ആരോഗ്യവകുപ്പിൽ വീണ്ടും പ്രതിസന്ധിയുണ്ടാകും. പകർച്ചവ്യാധിയുടെ സാഹചര്യത്തിൽ ഇത്തരം നിയമക്കുരുക്കുകൾ പൊതുജനാരോഗ്യത്തിന് വെല്ലുവിളിയാണ്. മുൻ DHS KJ റീനയും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിയമ പോരാട്ടം തുടരുന്ന സാഹചര്യത്തിൽ ഇരട്ട വെല്ലുവിളികളാണ് വകുപ്പിന് മുന്നിലുള്ളത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.